ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓണം മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കയ്യിൽ ഏത് മോയ്സ്ചറൈസറാണോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ മേക്കപ്പ് ലുക്ക് നമുക്ക് കോളേജിൽ ഓണം ഫംഗ്ഷനും സ്കൂളിലെ ഓണം ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാൻ പറ്റുന്നൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. നെക്സ്റ്റ് ഒരു നല്ല സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഫേസിലിട്ട മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഒന്ന് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ഓറഞ്ച് കളർ കറക്റ്റർ എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനൊരു ഓറഞ്ച് ലിപ്സ്റ്റിക്കാണ് എടുത്തത്. ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അല്ലാതെ നേരെ ഡയറക്റ്റായിട്ട് കൺസീലർ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു ഗ്രേയിഷ് കളർ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇപ്പോൾ നമ്മൾ കണ്ണ് കാണുമ്പോൾ ഒരു ഇടി കിട്ടിയ പോലെയൊക്കെ ഉണ്ട്, പക്ഷേ ട്രസ്റ്റ് ദ പ്രോസസ്സ്. നെക്സ്റ്റ് കൺസീലർ എടുക്കുക. ഞാൻ ലോറിയലിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയ എമൗണ്ട് ഓഫ് കൺസീലർ എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശേഷം കണ്ണിൻ്റെ മുകളിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മളിടുന്ന ഐ ഷാഡോ എടുത്ത് കാണിക്കുള്ളൂ. ഡയറക്റ്റ് നമ്മൾ കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കളേഴ്സ് ഒന്നും എടുത്ത് കാണിക്കില്ല. അടുത്തത് ഞാനൊരു ഒരു പൗഡർ ബ്ലഷ് എടുത്തിട്ടാണ് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബേസായിട്ട് ഒരു ലൈറ്റ് പിങ്ക് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്താലും മതി. ഒരു ഗോൾഡൻ ഷിമ്മറി ഷെയ്ഡും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ലാക്മീൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്നാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ബേസായിട്ടിട്ട പിങ്ക് കളറിൻ്റെ മുകളിലാണ് ഞാൻ ഈ ഗോൾഡൻ കളർ ഷിമ്മറി ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് കണ്ണിലും അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു ഡാർക്ക് പിങ്ക്, ഒരു ബ്രൗണിഷ് പിങ്ക് ഒക്കെ എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ മുകളിൽ ഐലിഡിൻ്റെ നേരെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഐലിഡാണോ അതിന് പറയാൻ എനിക്കറിയില്ല. ഞാനിപ്പം കാണിക്കുന്ന ആ ഒരു സൈഡിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴത്ത് കണ്ണിൻ്റെ അടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഐലൈനർ എഴുതി കഴിഞ്ഞാൽ കണ്ണ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അടിയിൽ കുറച്ച് ലിപ്സ്റ്റിക് ആയാലും മതി, അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഐലൈനർ എഴുതി നോക്കുക. നെക്സ്റ്റ് ഞാൻ വേറൊരു ഷെയ്ഡും കൂടി എടുത്തിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നോക്കുമ്പം വലിയ ഭംഗിയൊന്നുമില്ല, ബട്ട് ചെയ്ത് വരുമ്പോൾ എന്തായാലും ഡ്രസ്സ് ഉണ്ടാവും. നിങ്ങളിത് ഫുള്ളായിട്ട് കാണാം, ലാസ്റ്റ് ലുക്ക് എന്തായാലും കാണണം. അത് കഴിഞ്ഞിട്ടൊരു വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് ഞാൻ താഴോട്ടേക്ക് തൊഴിഞ്ഞിട്ടുള്ള ഐ ഷാഡോസൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു കൺമഷി എടുത്തിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സെയിം സാധനങ്ങൾ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഒരു സാധാരണ ഒരു കൺമഷി എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ണിൻ്റെ അടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും പെർഫെക്ഷൻ ആവശ്യമില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഐലൈനർ അതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വിങ് ഐലൈനറാണ് ഞാനിപ്പം ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചൊരു പിങ്ക് സ്മോക്കി ഐസിൻ്റെ ഒരു എഫക്റ്റൊക്കെ കിട്ടും. പിന്നെ കണ്ണ് കാണാനും നല്ല രസമുണ്ടാവും. നെക്സ്റ്റ് ഒരു അടിപൊളി മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാസിൻ്റെ ഡബിൾ മസ്കാരയാണ് കേട്ടോ. അത് യൂസ് ചെയ്തിട്ട് മസ്കാര നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ മുകളിലും താഴത്തെ ലാഷിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു ബ്രൗൺ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പം എന്തായാലും നല്ല ഷാർപ്പ് എഡ്ജായിട്ടുള്ള പെൻസിൽ മാത്രം ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻ്റായിട്ട് എന്തായാലും പറയണം. എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് മനസ്സിലാവുള്ളൂ. അത് നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറയാം, നന്നായിട്ടില്ലെങ്കിൽ ഇല്ലയെന്നും പറയണം. എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോസ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാനും കുറച്ചുകൂടി നന്നാക്കാനും പറ്റുള്ളൂ. ഇനി ഒരു ഷിമ്മറി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ മുകളിൽ ഞാനൊരു മാർസിൻ്റെ തന്നെ ഒരു ലിക്വിഡ് ഐ ഷാഡോയും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അത് കണ്ണിൻ്റെ മുകളിൽ ഐലൈനറിൻ്റെ മുകളിലായിട്ട് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് അപ്ലൈ ചെയ്താൽ മതി, നല്ല ഗിൽട്ടറി എഫക്റ്റ് കിട്ടും. നൈറ്റ് ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ അടിപൊളിയാണ്. നന്നായിട്ട് തിളങ്ങിക്കൊണ്ടേയിരിക്കും കണ്ണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കണ്ണ് കുറച്ചുകൂടെ ഭംഗി കൂട്ടും കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. ഇപ്പം നമ്മളെ കണ്ണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഫേസിലേക്ക് പോവാം.
അതിനായിട്ട് ഞാൻ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നില്ല, ഒരു കൺസീലർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുക. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള സ്ഥലത്തും കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്ത സ്പോഞ്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഡാബ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഒരിക്കലും ഈ ഒരു മേക്കപ്പ് പഫ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് തൊടിക്കുന്ന പോലെ അപ്ലൈ ചെയ്യരുത്. ഇങ്ങനെ ഡാബ് ചെയ്ത് മാത്രം എടുക്കുക, എന്നാൽ മാത്രമേ അതിനൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു സ്പോഞ്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയെടുക്കണം കേട്ടോ, വെറ്റ് ചെയ്തെടുക്കണം. അത് വെച്ചിട്ട് നന്നായിട്ട് കണ്ണിൻ്റെ അടിയിലും ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഡാർക്ക് സ്പോട്ട്സോ പിമ്പിൾസിൻ്റെ പാടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത്രയും അധികം പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മതി. ഇനി അതില്ലാത്തവരാണെങ്കിൽ വളരെ കുറച്ച്, അല്ലെങ്കിൽ ഒരു BB ക്രീം ആയാലും യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ ബ്ലഷിന് വേണ്ടിയിട്ട് ഒരു ഡാർക്ക് പിങ്ക് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ബ്ലഷിൻ്റെ ബ്രഷിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ ചീക്സിൽ അപ്ലൈ ചെയ്യുന്നത്. അതും താഴത്തുനിന്ന് മുകളിലോട്ടേക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ സെയിം ബ്രഷ് വെച്ചിട്ട് നമ്മളെ നോസിലും ചീക്സിലും അതുപോലെ തന്നെ താടീൻ്റെ തുമ്പത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുക. ചെറിയൊരു എമൗണ്ട് ഓഫ് ലിപ്സ്റ്റിക്ക് എടുത്താൽ മതി കേട്ടോ, കൂടുതൽ എടുക്കണ്ട. ഇപ്പം തന്നെ നല്ല രസമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റാണ് ഇതിലത്തെ മെയിൻ ഹീറോ, അതായത് ഹൈലൈറ്റർ. ഇത് ആക്ച്വലി ഒരു ഹൈലൈറ്റർ പ്ലസ് പ്രൈമർ ആയിട്ടുള്ള സംഭവമാണ്. ബട്ട് ഞാനൊരു ഹൈലൈറ്റർ ആയിട്ടാണ് ഉപയോഗിക്കാറ്. ഇത് ചെറിയൊരു എമൗണ്ട് എടുത്ത് അപ്ലൈ ചെയ്താൽ തന്നെ ഫേസ് നല്ല ഗ്ലോ ആയിരിക്കും. ഞാനിതിട്ട് പോകുമ്പോഴൊക്കെ എന്നോട് ചോദിക്കലുണ്ട്, എന്താ മുഖം ഇങ്ങനെ ഒരു നല്ല ഗ്ലോ ഉണ്ടാവും, എന്തുകൊണ്ടാണെന്ന്. ഞാൻ ഒരുപാട് പേർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി സാധനമാണ്. എനിക്ക് തോന്നുന്നു 300 രൂപേൻ്റെ താഴത്ത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില. അതും കുറേ അധികം പ്രൊഡക്റ്റ് ഉണ്ട്, തോനെ സാധനം ഉണ്ട്. ഇപ്പോഴൊന്നും ഇത് തീരൂല, കുറേ കാലത്തേക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, വീണ്ടും ഞാനെടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗ്ലോ ആണ് ഫേസിൽ കിട്ടുക. വീഡിയോയിൽ അത്ര ഗ്ലോ കാണുന്നില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഗ്ലോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്ത് വരാം. ഇന്ന് ഞാനൊരു വൈറ്റ് ഔട്ട്ഫിറ്റാണ് ഇട്ടത്, ഒരു അനാർക്കലി ടൈപ്പ് ഔട്ട്ഫിറ്റാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ടോപ്പാണ് കേട്ടോ, ടോപ്പല്ല അനാർക്കലി സെറ്റാണ്. നെക്സ്റ്റ് ഞാനൊരു ഡാർക്ക് പിങ്ക് റെഡിഷ് ഒരു ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഓണം ലുക്കിനൊക്കെ ഒരു ഡാർക്ക് ലിപ്പായിരിക്കും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക, നല്ല രസമുണ്ടാവും. ഓണത്തിൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ ഇതുപോലത്തെ ഡാർക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്താൽ, ഇതെനിക്ക് ഭയങ്കര ഒരു പിങ്കിഷ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബ്രൗണും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡാർക്ക് ബ്രൗണിഷ് റെഡ് കളർ കിട്ടുന്നുണ്ട്. ഇപ്പം നല്ല രസമുണ്ട് കാണാൻ. ലിപ്പ് നല്ലൊരു ഷെയ്ഡാണ്. ഇതിൻ്റെയൊക്കെ ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരും. പിന്നെ ഒരു മേക്കപ്പ് ഫിക്സറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അത് സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സറാണ്. അതും കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കുക. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്.